കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ കൂടാരത്തിന് പുറത്ത് മന്ന പൊഴിയും. ദൈവവുമായി എപ്പോഴും സംസർഗത്തിൽ വസിക്കുന്നതാണ് പ്രാർത്ഥന. ഇന്ന് പലരും മുട്ടുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവരും മുട്ടുമാറുമ്പോൾ പ്രാർത്ഥന മുടക്കുന്നവരുമാണ്. ചിലന്തിയെപ്പറ്റി ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചിലന്തി ഒരു വല നെയ്തു. അതിൻ്റെ നൂലുകളെല്ലാം ശക്തമാക്കി. വല ശക്തിയുള്ളതായപ്പോൾ ചിലന്തി അഹങ്കരിച്ചു. അത് വലയിൽ അഹങ്കാരത്തോടെ ചാടി മറിഞ്ഞു. ഫലമോ ആ നൂൽവല പൊട്ടി താഴെ വീണു. അത് മനുഷ്യരുടെ കാൽപാദങ്ങൾ അരഞ്ഞമർന്നു. ദൈവാശ്രയമാകുന്ന നൂൽ വിച്ഛേദിച്ചാൽ നാം നിശ്ചയമായും നാശത്തിലേക്ക് പതിക്കും. അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ മാറരുത്. കാരണം അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തെ മറക്കുവാൻ ഇടവരുത്തും. ദാനിയേലിന്റെ പ്രാർത്ഥന എത്രയോ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ബാബിലോൺ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു ഹനന്യ, വസ്രിയേൽ, മീശായേൽ, ദാനിയേൽ എന്ന എബ്രായ ബാലന്മാർ. ഇവരുടെ ശരിയായ പേര് പോലും രാജാവ് മാറ്റിക്കളഞ്ഞു. രാജാവിന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ച് അവരുടെ രീതികളും സംസ്കാരങ്ങളും പഠിപ്പിക്കുവാനും തുനിഞ്ഞു. എന്നാൽ രാജകൊട്ടാരത്തിലെ മദ്യം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കാതെ അവർ അവരുടെ സത്യേക ദൈവത്തെ ആരാധിച്ചും ഭജിച്ചും പോന്നു. രാജാവിന്റെ സ്വർണബിംബം തീർത്ത അതിനെ വന്ദിക്കണമെന്ന് ഒരു കൽപ്പന രാജാവ് ഇറക്കി. വണങ്ങാത്തവരെ തീയിലിടും, സിംഹക്കുഴിയിലിടും, കൊല്ലുമെന്നും പ്രഖ്യാപിച്ചു. വണങ്ങാത്തതിന്റെ പേരിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരെ തീയിലിട്ടു. എന്നാൽ നാലാമനായി അഗ്നിയുടെ മധ്യേ കർത്താവ് ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ചു. ദാനിയേലിനോട് വിരോധമുള്ളവർ ദാനിയേലിനെതിരെ രാജാവിൽ നിന്നും വ്യാജ കൽപ്പന വാങ്ങി. ഇതറിഞ്ഞപ്പോൾ ദാനിയേൽ എന്തു ചെയ്തു എന്ന് നാം തിരുവെഴുത്തുകൾ വായിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ദാനിയേലിന്റെ പുസ്തകം 6:10. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. 1. ദാനിയേൽ വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വിഷയം ദൈവസന്നിധിയിലേക്ക് നാം കൊണ്ടുവരണം. മനുഷ്യരുടെ മുൻപിൽ വിഷയങ്ങൾ വച്ചിട്ട് കാര്യമില്ല. കാര്യം സാധിപ്പിക്കുന്നവന്റെ മുൻപിൽ നാം വിഷയം വയ്ക്കണം. 2. വീടിനെ പ്രാർത്ഥനാ സ്ഥലമാക്കി. തനിക്കെതിരെ വ്യാജരേഖ സമർപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ വീട്ടിലേക്കാണ് ഓടിയത്. ഓരോ ഭവനങ്ങളും പ്രാർത്ഥനാലയങ്ങളാകണം. കൂടാരങ്ങളിൽ പ്രാർത്ഥന ഉയർന്നാൽ ആകാശത്തു നിന്നും അനുഗ്രഹങ്ങളാകുന്ന മന്ന പൊഴിയുക തന്നെ ചെയ്യും. 3. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ സ്വഭാവം. ദാനിയേൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയ വ്യക്തിയല്ല. മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് താൻ മുൻപേ 3 തവണ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ഏത് വിധമാണ്? കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ തുടങ്ങേണ്ട ഒന്നല്ല പ്രാർത്ഥന. അത് പ്രതികൂലങ്ങൾ യാതൊന്നുമില്ലാത്തപ്പോഴും അനുദിനം തുടരേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥന. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഒരു മറു ചോദ്യമുണ്ട്. നാം എപ്പോഴാണ് ശ്വസിക്കേണ്ടത്? എപ്പോഴും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്സിജൻ ശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ജീവൻ ഇല്ല. ജീവിതത്തിന് ശ്വാസം അത്യാവശ്യമാണെങ്കിൽ പ്രാർത്ഥന നമുക്ക് ജീവൻ നൽകുന്ന ശ്വാസമായി മാറണം. തിരക്കേറിയ ജീവിതത്തിനിടയിലും ദാവീദ് പ്രാർത്ഥനകൾക്കായി സമയം കണ്ടെത്തി. ഇങ്ങനെ പറഞ്ഞു: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും
സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. 55-ാം സങ്കീർത്തനം 17-ാമത് വചനം. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ രീതി. ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നമസ്കരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി നാം ഒന്നുമല്ല എന്നും നമ്മുടെ സർവസ്വവും കർത്താവ് തന്നെ ആണെന്നും നാം സമ്മതിക്കുകയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും ധനം കൊണ്ടും കഴിവ് കൊണ്ടും ഒന്നും നേടാനാകില്ല എന്നും സകലത്തിനും ദൈവത്തിന്റെ കൃപയും നടത്തിപ്പും ആണ് ആശ്രയമെന്നും നാം ആ പ്രാർത്ഥന വഴി സമ്മതിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിന്റെ മുട്ട് ദൈവം മാറ്റിക്കൊടുത്തു. 5. ദാനിയേൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണം താൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം ഉത്തരം നൽകി എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ദാനിയേലിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ദാനിയേലിന് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു. ഈ ഉറപ്പുണ്ടായിട്ടും ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടു. ദാനിയേൽ പതറിയില്ല. കാരണം സിംഹങ്ങളുടെ വായ മൂടുന്ന ഒരു ദൈവം സിംഹക്കൂട്ടിൽ ഇറങ്ങി വരും എന്ന ഉറച്ച വിശ്വാസം ദാനിയേലിന് ഉണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ല എന്നില്ല. എന്നാൽ അവയുടെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. ദൈവം തന്റെ കരങ്ങളാൽ ദൈവമക്കളെ താങ്ങും. ദാനിയേലിനെ ദൈവം സിംഹങ്ങളുടെ വായടച്ച് പരിപാലിച്ചു. മാത്രമല്ല രാജാവിന്റെ തൊട്ടടുത്ത മനുഷ്യനായി മഹത്വമണിയിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പ്രാർത്ഥന ഓക്സിജൻ പോലെ ഒരു അവിഭാജ്യ ഘടകമായി മാറട്ടെ. ദാനിയേലിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com